ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് സർക്കിൾ എങ്ങനെ ചെയിൻ സ്റ്റിച്ചിട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ചെയിൻ എടുക്കുക. ഫസ്റ്റിലുള്ള ചെയിൻ നമ്മൾ കുറച്ച് ലെങ്ത്തിലുള്ള ചെയിൻ എടുക്കുക. കാരണം നമുക്ക് എൻഡ് ലോക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെയുള്ള ചെയിനൊക്കെ ചെറിയ ചെയിൻ ഇടാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾക്ക് ഈ കേവ് ആയിട്ടുള്ള പോർഷൻസൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ ചെയിൻ ഇടാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒരേ ലെങ്ത്തിലുള്ള ചെറിയ ചെയിൻ ഇടുക. ഇതേപോലെ ഒരേ വലുപ്പത്തിലുള്ള ചെയിൻ ഇട്ടിട്ട് നമുക്ക് ഈ സർക്കിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇവിടെ വരെ നമുക്ക് ചെയ്തിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ സർക്കിൾ ചെയ്ത് ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ നീഡിലിൻ്റെ ഹുക്കിൻ്റെ ഏരിയ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഏത് ഡയറക്ഷനിലേക്കാണോ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ആ ഏരിയയിലേക്ക് നമ്മൾ നീഡിലിൻ്റെ ഹുക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ ഈ ഒരു സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് എത്താനായി കഴിഞ്ഞു. ഇങ്ങനെ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് പോയിട്ട് നമ്മളൊരു ചെയിനും കൂടി ഇട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു വലിയ ചെയിൻ ഇട്ടല്ലോ. ഈ ചെയിനിൻ്റെ നടുക്കായിട്ട് വേണം നമ്മൾ എൻഡ് ലോക്കിനുള്ള ചെയിൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ എടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരു ചെയിൻ കിട്ടിക്കഴിഞ്ഞു. ഈ വലിയ ചെയിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളൊരു ചെയിനും കൂടെ എടുത്തു കൊടുക്കുക. ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ആ ചെറിയ ചെയിനെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എൻഡ് ലോക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പൊങ്ങി കിടക്കുന്ന ലൂപ്പ് നമുക്ക് വേണമെങ്കിൽ ഒന്നുള്ളിലൂടെ നീഡിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഉള്ളിലേക്ക് പോയിക്കോളും. കണ്ടല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ നീറ്റായിട്ടുള്ള ഒരു സർക്കിൾ കിട്ടി. നമ്മളിപ്പോൾ ഈ പുറത്തേക്ക് എൻഡ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളെ സർക്കിളിൻ്റെ ഇവിടെ എത്തുമ്പോൾ എൻഡ് ചെയ്ത സ്ഥലം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഇതിപ്പോൾ ഇതിന് തൊട്ടടുത്തും കൊണ്ട് ഉള്ളിൽ ചെയ്തതുകൊണ്ട് നമുക്ക് കറക്റ്റിലുള്ള ഒരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ.